എല്ലാം ചെയ്യാം. അല്ലാതെ ഇയാൾക്ക് വയസ്സാം കാലത്ത് വേറെ ജോലിയില്ലേ, ഇയാൾ വയസ്സാം കാലത്ത് ഇത് പറ്റുമോ എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന ആൾക്കും ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കും കറക്റ്റായിട്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ എല്ലാ ദിവസവും ചെയ്യാൻ പറ്റും. ദൈവം വിധി കൂട്ടിയാൽ വീണ് കിടന്നാലും ശരി, നമ്മളൊക്കെ എവിടം വരെ ഓടാവോ അവിടം വരെ നമ്മൾ ഓടും. 10 6,000 7,000 8,000 രൂപ ഒരു സ്റ്റേറ്റ് മീറ്റിന് പോകുമ്പോൾ ആവും. നാഷണൽ മീറ്റിന് പോകുമ്പോൾ കുറഞ്ഞ ഒരു 25,000 രൂപ കുറയാതെ മൊത്തത്തിൽ ചെലവാവും. പിന്നെ എൻ്റെ 10-15 ദിവസത്തെ ജോലി. നാസിമുദ്ദീൻ ഓടുകയാണ് നാടിനും നാട്ടുകാർക്കും വേണ്ടി. ഈ ഓട്ടം അങ്ങനെ വെറുതെ ഓടുകയല്ല, ഒരു പ്രതികാരം കൂടിയാണ്. നാസിമുദ്ദീന്റെ പ്രതികാരം. സ്വന്തമായി വീടില്ല, 55 വയസ്സിലും ചുമട്ടു തൊഴിലാളി. ഇതിനിടയിലാണ് രാജ്യത്തിന് വേണ്ടി ഓടാൻ നാസിമുദ്ദീൻ ഇറങ്ങിയത്. ഓടാൻ ഇറങ്ങിയപ്പോൾ തന്നെ കളിയാക്കിയവർക്ക് മുന്നിൽ ഇന്ന് ചാമ്പ്യനാണ് നാസിം. ദേശീയ അന്താരാഷ്ട്ര തലങ്ങളിൽ രാജ്യത്തിന് വേണ്ടി സ്വർണം കരസ്ഥമാക്കിയ താരം. ഏറ്റവും ഒടുവിൽ തെലങ്കാനയിൽ നടന്ന മാസ്റ്റേഴ്സ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ 5000 മീറ്ററിൽ സ്വർണവും 10,000-ഉം 1500 മീറ്ററിലും വെള്ളിയും കരസ്ഥമാക്കി. കൊല്ലം പള്ളിമുക്കിലെ INTUC ചുമട്ടുതൊഴിലാളിയാണ് നാസിം. 100 കിലോ ഭാരം തലയിൽ ചുമക്കുമ്പോഴും ലക്ഷ്യം ഓട്ടത്തിൽ. 13 വയസ്സിൽ മുതൽ ചെയ്തതാണ്. സ്വർണവും വെള്ളിയൊക്കെ ധാരാളം ഇഷ്ടം പോലെ കണക്കില്ലാതെ ചെയ്തിട്ടുണ്ട്. ചെയ്യുന്നിടത്തെല്ലാം മത്സരത്തിൽ ഫസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ കൂടുതലും പിന്നെ കൊച്ചിയിലുള്ള മാരത്തോണാണ് മെയിനായിട്ട് കൂടുതൽ ചെയ്യുന്നത്. പിന്നെ ഇതുപോലെ വർഷത്തിൽ ആണ് ഈ സ്റ്റേറ്റ് മീറ്റും നാഷണൽ മീറ്റും വരുന്നത്. അതിൻ്റെ ഇൻ്റർനാഷണൽ മീറ്റും ഒക്കെ പോകാം. ഇൻ്റർനാഷണൽ മീറ്റിന് ബുദ്ധിമുട്ടുകൊണ്ട് നമ്മൾ പോകാൻ പറ്റത്തില്ല. അത് കഴിയുന്നതും എല്ലാം ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് വലിയ ഭീമമായ എമൗണ്ട് വേണം നമുക്ക്. നമ്മളെ സഹായിക്കാൻ നമ്മൾ തൊഴിലാളിയില്ലേ, ചുമട്ടുതൊഴിലാളിക്ക് അത് എടുത്ത് പോകാനുള്ള ഒന്നും ദൂരോട്ടൊന്നും പുതിയ പോയിട്ടില്ല. സ്റ്റേറ്റ് മീറ്റിന് പോയാലും നാഷണൽ മീറ്റിന് പോയാലും ഞാൻ ഈ കഴിയുന്ന ജോലിയുടെ ഒരു ഭാഗം കൊണ്ടാണ്. അവർ സ്റ്റേറ്റ് മീറ്റിന് പോകുമ്പോൾ 6,000 7,000 8,000 രൂപ ഒരു സ്റ്റേറ്റ് മീറ്റിന് പോകുമ്പോൾ ആവും. എൻ്റെ നാഷണൽ മീറ്റിന് പോകുമ്പോൾ കുറഞ്ഞ ഒരു 25,000 രൂപ കുറയാതെ മൊത്തത്തിൽ ചെലവാവും. പിന്നെ എൻ്റെ 10-15 ദിവസത്തെ ജോലി നഷ്ടപ്പെടും. പ്രോത്സാഹനത്തിന് സഹപ്രവർത്തകരായ ചുമട്ടു തൊഴിലാളികളും. സ്വന്തമായി കയറിക്കിടക്കാൻ കിടപ്പാടം പോലുമില്ലാത്ത നാസിമിനെ സഹായിക്കാൻ ഇതുവരെയും കായിക സംഘടനകൾ തയ്യാറായിട്ടില്ല. അതിൽ നാസിമിന് പരാതിയുമില്ല. ദൈവം വിധി കൂട്ടിയാൽ വീണ് കിടന്നാലും ശരി, നമ്മളൊക്കെ എവിടം വരെ ഓടാവോ അവിടം വരെ നമ്മൾ ഓടും. അവിടെയും പോയി സ്വർണവും വെള്ളിയും വെങ്കലവും നേടും. ഇനിയും അന്താരാഷ്ട്ര വേദികളിൽ രാജ്യത്തിന്റെ പതാക തന്നിലൂടെ ഉയരണം. അതാണ് മനസ്സിലെ ഏറ്റവും വലിയ സന്തോഷം.